ആക്സിഡന്റിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുന്നതിനെ പറ്റി സച്ചിയും രേവതിയും ചർച്ച ചെയ്യുന്നു. ശേഷം ആമി പറഞ്ഞതുപോലെ സുധിക്കും ശ്രുതിക്കും എന്തോ കള്ളത്തരമുണ്ടെന്നും സുധിയെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിലെ സ്ത്രീയെപ്പറ്റി അവർക്കറിയാമെന്നും അച്ചമ്മ വന്നാൽ ആ നിമിഷം അവരുടെ കള്ളത്തരം ഞാൻ പൊളിച്ചെടുക്കുമെന്നും സച്ചി രേവതിയോട് പറയുന്നു. പിന്നീട് ശരത്തിനെ കാണാത്തതിനെ തുടർന്ന് ആന്റണി ശരത്തിനെ വിളിക്കുന്നു. തുടർന്ന് സച്ചിയേട്ടനോടുള്ള പക എൻ്റെ ചേച്ചിയുടെ ആന്റണിയേട്ടൻ തീർത്തില്ലേ എന്നും ചേച്ചിയുടെ ആക്സിഡന്റിന് പിന്നിൽ ആന്റണിയേട്ടനല്ലേ എന്നും ശരത്ത് ചോദിക്കുന്നു. ശേഷം ആക്സിഡന്റിന് പിന്നിൽ താനല്ലെന്ന് ആന്റണി ശരത്തിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നു. ഇതെല്ലാം അറിഞ്ഞു നിന്ന് കേൾക്കുന്ന ദേവു ആന്റണിയാണ് ആക്സിഡന്റിന് പിന്നിലെന്ന് ലക്ഷ്മിയമ്മനെ അറിയിക്കുന്നു. തുടർന്ന് ആ വിവരം ദേവു സച്ചിനെയും അറിയിക്കുന്നു. ഇതിനിടയിൽ അഞ്ജന എന്നൊരു സ്ത്രീ ആന്റണിയുടെ കയ്യിൽ നിന്നും പണം പലിശയ്ക്ക് വാങ്ങാനായി എത്തുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി രേവതിയുടെ ആക്സിഡന്റിന് പിന്നിൽ നീയാണല്ലേ എന്ന് ചോദിച്ച് ആന്റണിക്ക് കണക്കിന് കൊടുക്കുന്നു. തുടർന്ന് അഞ്ജന സച്ചിനെ പിടിച്ചു മാറ്റുകയും തെളിവില്ലാതെ ഒരാളുടെ മേൽ കുറ്റം ചാർത്തുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് ആന്റണിയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. ശേഷം ഞാൻ തെളിവുമായി വരുമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു. ഇതിനിടയിൽ സച്ചി എന്നെയും നിന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാമെങ്കിൽ ഞാൻ നിനക്ക് പണം തന്ന് സഹായിക്കാമെന്ന് ആന്റണി പറയുന്നതോടെ പരാതി കൊടുക്കാമെന്ന് അഞ്ജന സമ്മതിക്കുന്നു. പിന്നീട് അച്ചമ്മ വീണ്ടും ചന്ദ്രോദയത്തിൽ എത്തുന്നതോടെ പാർലറിൽ പോകാൻ ഇറങ്ങുന്ന ശ്രുതി പെട്ടെന്ന് ഹാളൊക്കെ തുടയ്ക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. തുടർന്ന് ശ്രുതി രേവതിയെ വിളിക്കാനായി പോകുന്ന സമയത്ത് ശ്രുതി ചേച്ചി ഈ വീട്ടിലെ ജോലികളൊന്നും ചെയ്യാറില്ലായിരുന്നുവെന്നും അച്ചമ്മേനെ കണ്ടപ്പോഴാണ് ഇപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയതെന്നും വർഷ പറയുന്നു. ഇത് കേൾക്കുന്ന അച്ചമ്മ ഇന്ന് ഞാൻ അവളെ ശരിയാക്കുമെന്ന് പറയുന്നു. തുടർന്ന് ശ്രുതിക്ക് പണി കൊടുത്തു തുടങ്ങുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.